ദിവസം ഇവിടെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. 1.5 വാർത്താ സമ്മേളനം. അതിന്റെ ആഫ്റ്റർ എഫക്റ്റില് ഇവിടെ ജിമാരൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുക. 25 lakh vote chori in Haryana, 5 categories. Duplicate voters, 5,21,000. Invalid addresses, 93,000. Bulk voters, 19 lakh. ഹരിയാനയിലെ ജിമാര് കള്ളവോട്ട് ചേർത്തത് 1-2 അല്ല, 25 ലക്ഷം കള്ളവോട്ടാണെന്നാണ് രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി പറഞ്ഞത്. മണ്ഡലം, വോട്ടേഴ്സ് ലിസ്റ്റ്, പേര്, അഡ്രസ്, വീട്ടു നമ്പർ അങ്ങനെ എല്ലാം നിരത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബോംബിടെ. One assembly, 100 votes. This lady gets to vote 100 times in Haryana if she feels like. Why is she being allowed? ഒരാള് പക്ഷെ അയാൾക്ക് 100 വോട്ട്. അങ്ങനെ ഹരിയാനയിൽ എന്തോരം കുമ്പിടിമാരുണ്ടെന്നാ. Is she from Haryana? You sure? You absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. ഇന്ത്യയുടെ ഖ്യാതി കടല് കടന്ന് അങ്ങ് ബ്രസീൽ വരെ എത്തിയിരിക്കുകയാണ്. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് നമ്മുടെ ജിമാരി 22 തവണയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. സംഗതി അറിഞ്ഞിട്ട് അങ്ങ് ബ്രസീലില് ആ മോഡൽ ഇങ്ങനെ ഞെട്ടി തെറിച്ചിരിക്കുകയാണ്. Gente, conta pra vocês uma fofoca, vocês vão rir demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഇതേത് യൂണിവേഴ്സ്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് ബ്രസീലിയൻ മോഡല് പുച്ഛിച്ച് പരിഹസിച്ച് പറയണത്. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? അമ്പടാ, ഇതാരത്? ഗോപാലകൃഷ്ണൻ ജിയാ. ജിയ സിനിമയിലെടുത്തേ, ജി പാൻ ഇന്ത്യ സ്റ്റാർ ആയേ. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. എന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഈ ഗോപാൽജിയുടെ ലെവല് മാറിയൊരു മാറ്റേ. ഇവിടുത്തെ സെലിബ്രിറ്റികൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യല്ലേ ഗോപാൽജി കിട്ടിയത്. ഗോപാൽജിയുടെ ഓരോരോ കഴിവ്. ഈ ഗോപാലകൃഷ്ണൻ ദേശീയ ശ്രദ്ധ ആകർഷിച്ചില്ലേ? നാഷണൽ മീഡിയ ഒക്കെ വന്നില്ലേ? അതിന് കടപ്പുറം എന്താ വേണ്ടത്? രാഹുൽ ഗാന്ധിക്ക് ഗോപാലകൃഷ്ണൻ ചായ വാങ്ങിച്ചു കൊടുക്കണ്ടാണ് ശരിക്കും. കള്ളവോട്ടൊക്കെ ചേർത്തിട്ട് എന്താ ഒരു ചിരി. പിന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതിന്റെ അഹങ്കാരമൊന്നും ഗോപാൽജിക്ക് ഇല്ല കേട്ടോ. മൂപ്പർ ഇപ്പോഴും എളിമേഷായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോ അതിന്റെ പ്രോത്സാഹന സമ്മാനം എന്തെങ്കിലും മൂപ്പർക്ക് കൊടുക്കായിരിക്കല്ലേ? രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഏത് സ്ക്രീൻ വേണം കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ. കണ്ട ആ എളിമ കണ്ട. പക്ഷെ സന്തോഷിക്കാൻ പറ്റേ ഗോപാൽജി, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ തന്നെ ഫേക്ക് ആണെന്നാണ് റിജുജി പറയണത്. That Rahul Gandhi can generate all fake letters and all this thing, it doesn't have any credibility. കണ്ട ഗോപാൽജി പറഞ്ഞ ആ ഒരു വീഡിയോ ഇല്ലേ, അങ്ങനെ ഒരു വീഡിയോയേ ഇല്ലെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്. ആ വീഡിയോ ഫേക്ക് ആണ് ഇത്ര. ഓ, നിങ്ങൾ ഓരോരോ ഐഡിയകള് ഇവിടെ തോറ്റല്ലേ നിങ്ങളെ കൊണ്ട്. കള്ളവോട്ട് ചേർക്കണ കാര്യം നാട് നീളെ പറഞ്ഞിട്ട് ഗോപാൽജി പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതുപോലെ വേറെ ഒരാളെ കൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കണം കേട്ടാ. അടുത്ത തവണ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ രാഹുൽജി മൂപ്പരെ കൂടി ഒന്ന് പരിഗണിക്കണേ. എനിക്ക് LDFനോടും UDFനോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ 60,000 വോട്ട് ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു ഇവിടെ? നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. കണ്ട കള്ളവോട്ട് ചേർക്കണ കാര്യം ഇങ്ങനെ നിഷ്കളങ്കായിട്ട് തുറന്നു പറയണ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ജി പറയും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ. ഞങ്ങളെ നന്നാക്കാൻ വരണ്ട, ഞങ്ങളെ നന്നാക്കാൻ വരണ്ട. ഈ പോക്ക് പോവാണെങ്കിൽ കേരള BJP-യിലെ പലരും ഇനിയും പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനിയും ഉത്തരേന്ത്യയില് എന്തോരം കുമ്പിടിമാരെ കാണേണ്ടി വരുമോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.